നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. അനധികൃതമായ ആളുകൾ രാജ്യത്തേക്ക് കുടിയേറുന്നതിനുള്ള എല്ലാ സാധ്യതകളും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇല്ലാതാക്കുന്നുണ്ട്. ആളുകളെ യുഎസിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറ്റം നടത്തുന്നതിനായി ചില ട്രാവൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് യുഎസ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരം ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കാൻ യുഎസ് ഒരുങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നിലവിൽ അനധികൃത കുടിയേറ്റം നടത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് യുഎസ് കണ്ടെത്തിയ ഏജൻസികൾക്കെതിരെയെല്ലാം നടപടിയുണ്ടാകും. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റത്തിന് സഹായിച്ച ഇന്ത്യൻ ട്രാവൽ ഏജൻസി ഉടമകൾ, എക്സിക്യൂട്ടീവുകൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ടാമി ബ്രൂസ് പറഞ്ഞത്. ഇവർ അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്താൻ സഹായിച്ചുവെന്ന് കണ്ടെത്തിയതായും അവർ കൂട്ടിച്ചേർത്തു. വിസ രേഖകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിയമങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഏതൊക്കെ ഏജൻസികൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട കുടിയേറ്റ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമെന്ന സൂചനയാണ് പുതിയ നീക്കത്തിലൂടെ യുഎസ് നൽകുന്നത്. ഈ വർഷം ആദ്യത്തോടെ ഏകദേശം 330 ഇന്ത്യൻ പൗരന്മാരെ യുഎസ് നാടുകടത്തിയിരുന്നു. ഇവർ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി. യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനെക്കുറിച്ചാണ് പ്രധാന ചർച്ചകൾ നടന്നതെന്ന് സൂചനകളുണ്ട്. മനുഷ്യക്കടത്തും മറ്റ് കുറ്റകൃത്യങ്ങളും തടയുന്നതിനുള്ള ശ്രമങ്ങൾ തങ്ങൾ തുടരുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയിലെ യുഎസ് എംബസിയിലെയും കോൺസുലേറ്റുകളിലെയും ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും തങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട്. അനധികൃത കുടിയേറ്റത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരെ കണ്ടെത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. വിസക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടോ, വിസ ഇളവ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നതൊന്നും കാര്യമാക്കില്ലെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പിടികൂടാൻ ലക്ഷ്യമിട്ടുള്ള ആഗോള നയത്തിന്റെ ഭാഗമായ ഈ വിസ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ടാമി ബ്രൂസ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും നിയമവിരുദ്ധമായ കുടിയേറ്റത്തിന്റെ അപകടവശങ്ങളെക്കുറിച്ച് വിദേശ പൗരന്മാർക്കിടയിൽ അവബോധം വളർത്തുന്നതിനും യുഎസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ബ്രൂസ് പറഞ്ഞു. ദുർബലരായ ആളുകളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും നിയമപരമായ യാത്രകളെ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും വെറുതെ വിടില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. ഇതിനിടയിൽ വിസ തട്ടിപ്പ് നടത്തിയ ഒരു ഇന്ത്യക്കാരൻ യുഎസ് കോടതിയിൽ കുറ്റക്കാരനാണെന്ന് സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 37-കാരനായ റംബായ് പട്ടേൽ എന്ന വ്യക്തിയാണ് ബോസ്റ്റണിലെ ഫെഡറൽ കോടതിയിൽ കുറ്റം സമ്മതിച്ചത്. വിസ തട്ടിപ്പ് നടത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായതിനാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇയാൾക്കുള്ള ശിക്ഷ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് മിയോങ് ജെ ജോൺ ഓഗസ്റ്റ് 20 പ്രഖ്യാപിക്കും. 2023 ഡിസംബറിലാണ് പട്ടേലിനും കൂട്ടുപ്രതിക്കുമെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. യുഎസ് നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 മാർച്ച് മുതൽ പട്ടേലും കൂട്ടുപ്രതിയും ചേർന്ന് യുഎസിൽ ഉടനീളമുള്ള 9ഓളം പലചരക്ക് കടകൾ, മദ്യവിൽപ്പനശാലകൾ, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിൽ ആസൂത്രിതമായി കവർച്ചകൾ നടത്തി. കടയിൽ ജോലി ചെയ്യുന്നവർ അക്രമത്തിനിരയായെന്ന് വ്യാജമായി രേഖകൾ ഉണ്ടാക്കുകയായിരുന്നു തട്ടിപ്പുകാരുടെ ലക്ഷ്യം. ഇങ്ങനെ ചെയ്താൽ തൊഴിലാളികൾക്ക് യു വിസ ലഭിക്കാനുള്ള അവസരമുണ്ട്. ചില പ്രത്യേക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കും ശാരീരികമോ മാനസികമോ ആയ പീഡനം അനുഭവിച്ചവർക്കും കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കാനോ കുറ്റവാളികളെ പിടികൂടാനോ സഹായിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന വിസയാണ് യു വിസ. ഇത് അമേരിക്കൻ സർക്കാരിൻ്റെ ഒരു പ്രത്യേക വിസയാണ്. കവർച്ചക്കാർ കടയിൽ തോക്കുമായി വന്ന ജീവനക്കാരെയും ഉടമകളെയും ഭീഷണിപ്പെടുത്തി പണം കവർന്ന് രക്ഷപ്പെടുന്നതാണ് രീതി. കടയിലെ CCTVയിൽ ഇത് പതിയും. കവർച്ചക്കാർ പോയെന്ന് ഉറപ്പാക്കി 5 മിനിറ്റിന് ശേഷം കടയിലെ ജീവനക്കാരോ ഉടമയോ പോലീസിനെ വിളിച്ചു പരാതി നൽകും. ഇതായിരുന്നു തട്ടിപ്പു രീതി. ഇത്തരം തട്ടിപ്പുകളിൽ ഇരയാകാൻ ആളുകൾ പണം നൽകും. ഏകദേശം $20,000 ഒരാൾ പട്ടേലിന് നൽകിയത്. കടയിൽ കവർച്ച നടത്താൻ അനുമതി നൽകിയതിന് കടയുടമകൾക്ക് പട്ടേലും പണം നൽകും. ഇങ്ങനെ കവർച്ചക്കിരയായെന്ന് വ്യാജരേഖ ചമച്ച് കുറഞ്ഞത് 2 പേരെങ്കിലും യു വിസക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. വിസ തട്ടിപ്പ് നടത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായാൽ 5 വർഷം വരെ തടവും $2.5 ലക്ഷം പിഴയും ശിക്ഷയായി ലഭിക്കും. ശിക്ഷ പൂർത്തിയായാൽ ഇയാളെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും.